1950 ബ്രസീൽ ഉറുഗ്വേയോട് ഫൈനൽ വേൾഡ് കപ്പിൽ പരാജയപ്പെടുന്നു. അന്ന് വരെ ആണുങ്ങൾ ഒരിക്കലും കരയില്ല എന്ന് തന്നെ പഠിപ്പിച്ചിരുന്ന അച്ഛൻ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് ഡിക്കോ എന്ന ചെറുപ്പക്കാരന് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ അച്ഛന്റെ മുന്നിലേക്ക് മെല്ലെ മെല്ലെ നടന്നു ചെന്ന് പറയുകയാണ്, താങ്കളിനി കരയരുത്, നമ്മുടെ രാജ്യത്തിനായി ഒരു വേൾഡ് കപ്പ് ഞാൻ കൊണ്ടുതരും. 9 വയസ്സ് പ്രായമുള്ള മകന്റെ വാക്ക് കേട്ട അച്ഛൻ ഒരു ചെറുപുഞ്ചി സമ്മാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാങ്ങിയിടുന്ന ബ്രസീലിൽ അത്ര സുഖകരമല്ലായിരുന്നു. എന്നാലും തന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ രാപ്പകൽ എന്ന വേർതിരിവില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിക്കുന്നു. 1958 വേൾഡ് കപ്പ് വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അയിനാടുന്ന കാഴ്ച കണ്ടു. അന്ന് വരെ ബ്രസീലിനെ തള്ളിപ്പറഞ്ഞ ഓരോ ആരാധകരും അവന്റെ പേര് പറഞ്ഞു ഉറക്കെ എണീച്ചു നിന്ന് കൈയടി. മത്സരത്തിൽ 2 ഗോളുകൾ നേടുകയും അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു. ഒന്നല്ല രണ്ടല്ല 3 തവണ. പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ഒരു കാലഘട്ടം മുഴുവൻ ഫുട്ബോൾ ലോകം അടക്കി വായന എന്ന ഇതിഹാസത്തെ